എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇനി ഇന്നിപ്പോൾ കുടിച്ചത് പോട്ടെ, നാളെ ചായ കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അപ്പോൾ അതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ തേങ്ങ ചിരവാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ മിക്സിയിലൊന്ന് ചിരവി എടുത്താൽ മതി കേട്ടോ. തേങ്ങ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തതിനാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം, ആവശ്യത്തിന് മധുരം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ, പിന്നെ ഇതാ നമ്മുടെ ശർക്കരപ്പാനി. അത് ആ ഒരു മാവ് ഇതുപോലെ നനഞ്ഞ് ഈ ഒരു രൂപത്തിലൊക്കെ ആയി വരുന്ന അത്രയും ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ചൂടായ എണ്ണയിലേക്ക് കൈ വെച്ചിങ്ങനെ നുള്ളിടാൻ പറ്റുന്ന അതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. പിന്നെ രണ്ട് സൈഡും നല്ലപോലെ മൊത്തത്തിലൊരു ഈ ഒരു കളറ് നല്ലൊരു ബ്രൗൺ കളറാവുന്ന രൂപത്തിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് സ്നാക്സ് ഉണ്ടാക്കാനൊന്നും ഇല്ലാത്ത ടൈമിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും തേങ്ങ ഇട്ടുങ്ങാണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്ന്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.